കൊച്ചി എളമക്കരയിൽ അമ്മയും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയ 1.5 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിച്ചു. പുല്ലേപ്പടി പൊതുശ്മശാനത്തിൽ പോലീസും കൊച്ചി കോർപ്പറേഷൻ പ്രതിനിധികളും ചേർന്നാണ് സംസ്കാരം നടത്തിയത്. വളരെ വൈകാരികമായൊരു നിമിഷമായിരുന്നു ഈ ശ്മശാനത്തിൽ അല്പസമയത്തിന് മുൻപ് നടന്നത്. എളമക്കരയിൽ 1.5 വയസ്സുള്ള കുഞ്ഞിനെ അമ്മയും അമ്മയുടെ സുഹൃത്തും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ആ കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ ആരുമില്ലാതെ 10 ദിവസമായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരുന്നു. അതിനെ തുടർന്നാണ് പോലീസിന്റെ നേതൃത്വത്തിൽ തന്നെ ഈ കുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കാമെന്നൊരു തീരുമാനത്തിലെത്തിയത്. പോലീസും കോർപ്പറേഷനിലെ പ്രതിനിധികളും എത്തിയാണ് കുട്ടിയുടെ മൃതദേഹത്തിൽ ഇവിടെ സംസ്കരിച്ചത്. മൃതദേഹത്തിൽ പൂക്കളും ഒപ്പം തന്നെ ഒരു കുഞ്ഞ് കളിപ്പാട്ടവും അടക്കം പോലീസ് കരുതിയിരുന്നു ആ കുട്ടിക്ക് അവസാനമായി നൽകാൻ. അങ്ങനെ വളരെ വൈകാരികമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു അല്പസമയത്തിനു മുമ്പ് ഈ ശ്മശാനത്തിൽ നടന്നത്. എന്തായാലും ഈ ഒരു സംഭവം കേരളത്തെ തന്നെ വളരെ ഏറെ ഞെട്ടിപ്പിച്ച ഒരു സംഭവം തന്നെയായിരുന്നു. അമ്മയും സുഹൃത്തും ചേർന്നാണ് ഈ 1.5 മാസം പ്രായമുള്ള കുഞ്ഞിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. കുട്ടിയുടെ അച്ഛനുമായും അമ്മ അശ്വതിയും ബന്ധുക്കളും ഒക്കെ ആയിട്ട് ഈ കുട്ടിയുടെ അച്ഛനും അമ്മ അശ്വതിയുടെ ബന്ധുക്കളും ഒക്കെ ആയിട്ട് ഇവര് സംസാരിച്ചിരുന്നു, പോലീസ് സംസാരിച്ചിരുന്നു. പക്ഷെ അവരൊന്നും ഈ മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. അവർക്ക് താല്പര്യമില്ല എന്ന് രേഖാമൂലം അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് പോലീസ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ കുട്ടിക്ക് ആരുമില്ല എന്ന് ലോകം പറയുമ്പോൾ ഞങ്ങളെല്ലാവരുമുണ്ട്. നഗരസഭ, പൊതുപ്രവർത്തകർ, പോലീസ്, മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു സമൂഹം ഈ കുട്ടിയുടെ രക്ഷകർത്താക്കളായി ഇന്നിവിടെ പങ്കെടുത്തിരിക്കുകയാണ്. ആ കുഞ്ഞിന് എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ഞങ്ങളെല്ലാവുന്ന കാര്യങ്ങൾ, കാരണം ഞങ്ങളുടെ ലിമിറ്റിൽ നിൽക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇനി ചെയ്യാവുന്ന മറ്റു എന്തെങ്കിലും വിഷയങ്ങളുണ്ട് അത് ചെയ്യും. ഈ കുട്ടിയെ ഏറ്റവും മാന്യമായ രീതിയിലും അതുപോലെ സംസ്കരിക്കണം, നല്ല രീതിയിൽ സംസ്കരിക്കണം എന്നുള്ളൊരു ആഗ്രഹം പോലീസിനുണ്ടായിരുന്നു. അതിന് അവിടുത്തെ സ്ഥലത്തെ കൗൺസിലറേയും അതുപോലെ തന്നെ കോർപ്പറേഷന്റെ എല്ലാ കൗൺസിലർമാരുടെ എല്ലാം സഹായം ഉണ്ടായിരുന്നു. അവർ പങ്കെടുത്തു. ഡിസംബർ 2-നാണ് എളമക്കരയിൽ ചേർത്തല സ്വദേശിനി അശ്വതിയുടെ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുഞ്ഞിനെ അശ്വതിയുടെ സുഹൃത്ത് ഷാനിഫ് ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഷാനിഫ് തന്റെ മുട്ടുകാൽ ഉപയോഗിച്ച് കുഞ്ഞിന്റെ തലയിലേക്ക് മാരകമായിട്ടുള്ള മുറിവേൽപ്പിക്കുകയും ഒപ്പം തന്നെ കുട്ടിയുടെ വാരിയെല്ലിനടക്കം ക്ഷതം സംഭവിക്കുകയും ചെയ്തിരുന്നു. ഇവർ എളമക്കരയിൽ ഒരു ഹോട്ടലിൽ മുറിയെടുത്തായിരുന്നു ഇത്തരത്തിൽ കുഞ്ഞിനെ കൊല്ലാനുള്ളൊരു പദ്ധതി ആസൂത്രണം ചെയ്തത്. അതിനുശേഷം ഈ കുട്ടിയുടെ മുലപ്പാല് വായിൽ കുടുങ്ങിയെന്ന് പറഞ്ഞിട്ടാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ പ്രാഥമിക പരിശോധനയിൽ തന്നെ പോലീസിന് ഇതൊരു അസ്വാഭാവികത തോന്നുകയായിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നൊരു നിഗമനം ഡോക്ടേഴ്സ് എത്തിയത്. തുടർന്ന് തന്നെ എളമക്കര പോലീസിനെ അറിയിക്കുകയും ചെയ്തു. പോലീസ് ഇവരെ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഷാനിഫ് കുറ്റം സമ്മതിക്കുകയും ചെയ്തു. താനും അശ്വതിയുമായിട്ടുള്ള ബന്ധത്തിൽ ഈ കുട്ടി ഒരു തടസ്സമായി ആകും എന്നവർക്ക് തോന്നി. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ളൊരു പ്രവൃത്തി ഷാനിഫിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. എന്തായാലും ഷാനിഫിനെ 1-ാം പ്രതിയാക്കിയും അശ്വതിയെ 2-ാം പ്രതിയാക്കിയും പോലീസ് കേസെടുത്തു. ഇവർ രണ്ടുപേരും റിമാൻഡിലാണ്. ഇവരെ ഈ ഹോട്ടലിലടക്കം കൊണ്ടുപോയി തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തു. എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു. ആ കുട്ടിയുടെ സംസ്കാരം പോലീസും കൊച്ചി കോർപ്പറേഷന്റെ പ്രതിനിധികളും ഒക്കെ ചേർന്ന് ആണ് ഇവിടെ നടത്തിയത്. അത് ഒരു അനാഥ അല്ല, ആരുമില്ലാത്തൊരു കുട്ടിയല്ല. അതിന്റെ സംസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ടായിരുന്നു പോലീസ് അത് നടത്തിയത്. ക്യാമറമാൻ